നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. ഈ വാക്കുകളെ ശ്രവിക്കുന്ന ഞാൻ സ്നേഹിക്കുന്ന പ്രിയരോട്, പതറുന്ന, കലങ്ങുന്ന, ആകുലപ്പെടുന്ന വിഷയങ്ങൾ എന്താകും, എന്തായിത്തീരുമെന്ന് വേദനയോടെ കടന്നു പോകുന്ന വിഷയങ്ങളുടെ മുൻപിലാണെങ്കിൽ സകല വിഷയത്തിനും പരിഹാരകൻ യേശുക്രിസ്തു മാത്രമാണ്. സങ്കീർത്തനം 55:22 വാക്യം ഇങ്ങനെ പറയുന്നു: നിന്റെ ഭാരം യഹോവയുടെ മേൽ വയ്ക്കുക, അവൻ നിന്നെ പുലർത്തും. നീതിമാന് കുലുങ്ങിപ്പോകുവാൻ ഒരു നാളും സമ്മതിക്കുകയില്ല. ഫിലിപ്പിയ ലേഖനം 4:6 പറയുന്നു: നിന്നെക്കുറിച്ച് വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. 1 പത്രോസിൻ്റെ ലേഖനം 5-7 വാക്യം: അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. ഈ വചനങ്ങൾ അവൻ കേൾക്കുന്ന പ്രിയ സ്നേഹിതരോട് ഞാൻ പറയുന്നു, ഈ വചനത്തെ നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ, ഈ വചനത്തെ നമ്മൾ ആശ്രയിക്കുന്നുവെങ്കിൽ, ചില ദൈവപ്രവൃത്തി ആമേൻ നമ്മുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ, തലമുറകളിൽ, സഭയിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ ആമേൻ കർത്താവ് വെളിപ്പെടുത്തുവാൻ, അതിൻ്റെ മറുപടി നമ്മുടെ കൺമുൻപിൽ ദൈവം തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. സ്തോത്രം. അതുകൊണ്ട് വിശ്വസിക്കുക. വചനം നമ്മളെ സൗഖ്യമാക്കും. കാരണം വചനത്തിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ, അതിൽ നമ്മൾ ആശ്രയം വയ്ക്കുമ്പോൾ ആമേൻ അതിൽ വെളിപ്പെട്ടു വരുന്നൊരു ദൈവശക്തിയുണ്ട്. അതിൻ്റെ പേരാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് സകലതും ആമേൻ അത് പൂർത്തീകരിക്കുവാൻ, നിവൃത്തീകരിക്കുവാൻ ആമേൻ കഴിയും എന്നുള്ള ഉറപ്പോടെ ആയിത്തീരട്ടെ എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ഈ വാക്യത്തിൽ തന്നെ അതിൻ്റെ 2ാമത്തെ വാക്യം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: ആമേൻ ദൈവത്തിൽ വിശ്വസിപ്പിൻ. സ്തോത്രം. അപ്പോൾ എത്ര പ്രതിസന്ധിയാണെങ്കിലും, എത്ര പ്രതികൂലങ്ങളാണെങ്കിലും ഒരു ദൈവ പൈതൽ കടന്നു പോകുമ്പോൾ ആമേൻ ദൈവത്തിൽ വിശ്വസിച്ചാൽ അത് ദൈവം അത്ഭുതകരമായി പ്രവർത്തിപ്പാനിടയാകുമെന്ന് ഈ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇബ്രായ ലേഖനം 11-29 വാക്യം ഇങ്ങനെ പറയുന്നു: അവർ കരയിലെന്ന പോലെ ചെങ്കടൽ കൂടെ നടന്നു, മിസ്രയീമർ ചെയ്യുവാൻ നോക്കിയിട്ടും അവർ മുങ്ങിപ്പോയി. പ്രൈസ് ദി ലോർഡ്. അവർ വിശ്വാസത്താലാണ് അവർ മുന്നോട്ട് യാത്ര ചെയ്തത്. സ്തോത്രം. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് ആമേൻ ചില കുടുംബങ്ങൾ മേൽ പ്രവർത്തിക്കുവാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ആത്മാവ് ചിലവരെ ആമേൻ ബലപ്പെടുത്തുവാൻ ഇറങ്ങി വരികയാണ്. സ്തോത്രം. ചെങ്കട തീരത്ത് നീ നിലവിളിച്ചെങ്കിൽ, ആമേൻ ചെങ്കട തീരത്ത് നീ ആകുലപ്പെട്ടെങ്കിൽ, ഈ വചനം കേൾക്കുന്ന പ്രിയരോട് ഒന്നും കൂടി ഞാൻ ആ ദൂത് വ്യക്തമാക്കുകയാണ്. യോർദാൻ്റെ മുൻപിൽ നീ കരയേണ്ട കാര്യമില്ല. ആമേൻ പെട്ടകം തോളിലുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആമേൻ കാലും മുന്നോട്ട് തന്നെ വെക്കുക. പ്രൈസ് ദി ലോർഡ്. ഇതുവരെയും കാണാത്ത ചില വഴികൾ, ഇതുവരെയും ചിന്തിക്കാത്ത ചില പദ്ധതികൾ, ആമേൻ ഇതുവരെയും നിരൂപിക്കാത്ത ആമേൻ ചില ദൈവിക പ്രവൃത്തികൾ ആമേൻ ജീവിതത്തിൽ ദൈവം വെളിപ്പെടുത്തുവാൻ പോവുകയാണ്. വിശ്വസിക്കുന്ന ദൈവജനത്തിനായി സ്തോത്രം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.